ഹലോ കൂട്ടുകാരെ, വിവാഹം എന്നാൽ എന്ത്, വിവാഹം എന്തിനു വേണ്ടി എന്നുള്ളൊരു സബ്ജക്റ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഒരു പുരുഷനും ഒരു സ്ത്രീയും സ്വമനസ്സാലെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് വിവാഹ ജീവിതം. അതിനെ ഒറ്റ ലക്ഷ്യമേ ആദ്യകാലം മുതലുള്ളൂ: തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക, വംശപരമ്പര കാത്തു സൂക്ഷിക്കുക. അതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഇന്നത്തെ സമൂഹത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. ആയതുകൊണ്ട് പരസ്പരം പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ ഡിവോഴ്സ് എന്നുള്ള ഒരു മേഖലയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് പുരുഷൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, പുരുഷൻ്റെ വീട്ടുകാരുടെ പ്രശ്നങ്ങളായിരിക്കാം, സ്ത്രീയുടെ പ്രശ്നങ്ങളായിരിക്കാം, സ്ത്രീയുടെ വീട്ടുകാരുടെ പ്രശ്നങ്ങളായിരിക്കാം. എനിക്ക് ഒരു അഭിപ്രായമുള്ളത്, വിവാഹത്തിന് മുൻപ്, വിവാഹം ഉറപ്പിച്ചതിന് ശേഷം, പ്രേമവിവാഹമല്ല ഞാൻ പറയുന്നത്, അറേഞ്ച്മെൻറ്റ് വിവാഹമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ആ സ്ത്രീയും പുരുഷനും പരസ്പരം തുറന്ന് സംസാരിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ചേട്ടൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലാണ്, ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്കൊന്ന് കണ്ട് സംസാരിക്കണം. ഞാനും പറഞ്ഞു എനിക്കും കണ്ട് സംസാരിക്കണം. കാരണം എൻ്റെ വീട്ടിലെ സ്ഥിതിവിശേഷങ്ങൾ എൻ്റെ ഭർത്താവ് ആകാൻ പോകുന്ന വ്യക്തി അറിഞ്ഞിരിക്കണമെന്നുള്ളത് എൻ്റെ ഒരാഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ചേട്ടനും ആഗ്രഹം ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ വീട്ടിലെ സ്ഥിതിവിശേഷങ്ങൾ അറിഞ്ഞിരിക്കണമെന്നുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വിവാഹത്തിന് മുൻപ് ഒന്ന് കണ്ട് സംസാരിച്ചു. കാരണം അറേഞ്ച്ഡ് മാരേജാണ്. രണ്ട് വ്യത്യസ്തരായ മാതാപിതാക്കളുടെ ഇടയിൽ നിന്നാണ് നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് വിവാഹം കഴിക്കാൻ വരുന്ന ഒരു വ്യക്തി വരുന്നത്. അപ്പോൾ രണ്ടു പേർക്കും രണ്ട് തലത്തിലുള്ള ചിന്തകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ മുഴുവൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ എത്ര പേരാണ്, ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു ചേട്ടൻ, കാരണം എന്നെ താഴെ 4 പേരാണുള്ളത്. അപ്പോൾ എനിക്കൊരു സഹോദരൻ ചേട്ടനില്ലാതെ വന്നതിൻ്റെ ഒരുപാട് വേദനകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഭർത്താവ് എന്നതിലുപരി എനിക്കൊരു ചേട്ടൻ. കാരണം എനിക്കൊരു കറക്ഷൻ തരാൻ, അല്ലെങ്കിൽ എനിക്ക് എന്നെ ഒന്ന് കേൾക്കാനായിട്ട്, ഞാൻ എവിടെയെങ്കിലും പോയിട്ടൊന്ന് വൈകി വരികയാണെങ്കിൽ എന്തടി എന്ന് ചോദിക്കാനായിട്ട്, അങ്ങനെയൊക്കെയുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തെ വല്ലപ്പോഴും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ സംരക്ഷണം പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ, അങ്ങനെ ഞാൻ എൻ്റേതായിട്ടുള്ള വശങ്ങളൊക്കെ പറഞ്ഞു, ചേട്ടൻ്റേതായിട്ടുള്ള വശങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൻ്റെ ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഉറപ്പിക്കുന്നതിനേക്കാളും മുൻപാണ് ഞങ്ങൾ കാണുന്നത്. കാരണം അത് കണ്ടില്ലെങ്കിൽ ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറ്റിപ്പോയ ഒരബദ്ധം എന്ന് പറയാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനൊരു രീതി ഞങ്ങൾ ഏറ്റെടുത്തത്. വിവാഹം കഴിഞ്ഞ് 16 വർഷമായി. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷെ തരണം ചെയ്ത് നിൽക്കാൻ പറ്റുന്നത് വീട്ടുകാരുടെ സപ്പോർട്ടോട് കൂടി നടന്ന ഒരു വിവാഹമായതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയും. പ്രേമവിവാഹങ്ങൾ സപ്പോർട്ടായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പല പ്രാളിച്ചകളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിലൊരുപാട് നെഗറ്റീവ് ചിന്തകളും കടന്നു വന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരുന്ന പല മേഖലകളും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വിവാഹ ജീവിതങ്ങൾ പണ്ട് മുതലേ ഉള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ വകഭേദങ്ങൾ മാറിപ്പോയി എന്ന് മാത്രം. വിവാഹ ജീവിതം ഒരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണിത്. വിവാഹം കഴിഞ്ഞു, പരസ്പരം ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചു, പഴിച്ചാരലൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കൊലപാതകങ്ങളിലേക്കും ആത്മഹത്യയിലേക്കും ദേഹോപദ്രവങ്ങളിലേക്കൊക്കെ മാറി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദുരന്തങ്ങളുണ്ടാകുമ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കും, ഇനിയൊരു ദുരന്തം ഈ ഭൂമിയിൽ ഉണ്ടാകാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ കേരളക്കരയിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ അതിൻ്റെ ചൂടാറും മുൻപേ അടുത്തൊരു വേദന, വിവാഹ ജീവിതത്തിൽ ഭാര്യ ആത്മഹത്യ ചെയ്തു, ഭർത്താവ് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ കുടുംബസമേതം ആത്മഹത്യ ചെയ്തു, ഇല്ലെങ്കിൽ കൊലപാതകം നടന്നു എന്നൊക്കെ ഉള്ള പല വാർത്തകളിലേക്കാണ് നമ്മൾ ഓരോ ദിവസവും ഇന്നത്തെ സമൂഹത്തിലെ വിവാഹ ജീവിതങ്ങൾ മറ്റുള്ളവർക്കൊരു പ്രാരാബ്ധമായിട്ട് മാറുന്നതിന് പകരം എങ്ങനെയൊക്കെ ആ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സജഷൻസ് വയ്ക്കാം, അതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ആദ്യമേ തന്നെ വിവാഹം എപ്പോഴാണ്? ഒരു പുരുഷനും ഒരു സ്ത്രീയും പക്വത എപ്പോൾ വരുന്നു?
തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ കുഞ്ഞുനാൾ മുതൽ 10-18 വയസ്സ് വരെ അപ്പൻ്റെയും അമ്മയുടെയും ചിലവിലാണ് ജീവിക്കുന്നത്. ആയതിനാൽ തങ്ങൾക്ക് ഒരു ചെറിയൊരു സമ്പാദ്യം ഉണ്ടാകുന്നത് എപ്പോഴാണ്, ഉണ്ടാക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്, അപ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. സ്വതന്ത്രമായിട്ടുള്ള മനസ്സോടുകൂടി തനിക്ക് വിവാഹം കഴിക്കാൻ സമയമായി എന്നൊരു പുരുഷനും സ്ത്രീക്കും എന്ന് തോന്നുന്നോ അന്നാണ് വിവാഹം കഴിപ്പിക്കേണ്ടത്. രണ്ടാമതൊരു പുരുഷനെ സംബന്ധിച്ച് താൻ കെട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടിനെ പോറ്റാനുള്ള ഒരു ശേഷി അവനുണ്ടായിരിക്കെ അവൻ വിവാഹം കഴിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവനൊന്ന് താഴ്ന്നു പോയാലും അതിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് തൻ്റെ കൂടെയുള്ള പാർട്ട്ണർക്ക് സാധിക്കും. ഒരു സ്ത്രീയും പുരുഷനും താമസിക്കുമ്പോൾ എപ്പോഴും പ്രായം കൂടുതൽ പുരുഷന്മാർക്കായിരിക്കും. ഈ പ്രായക്കൂടുതലുള്ള പുരുഷനെ സംബന്ധിച്ച് ഏറ്റവും ദൈർഘ്യം ജീവിതത്തിൻ്റെ കാലഘട്ടം നമ്മൾ അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യം സ്ത്രീകൾക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏജ് അല്ലെങ്കിൽ ഒരു 2-3 വയസ്സ് കൂടുതലുള്ളവർ അല്ലെങ്കിൽ ഒരു 4-5 വയസ്സ് കൂടുതലുള്ളവരായിട്ട് വിവാഹം കഴിക്കുമ്പോൾ അവരുടെ ചിന്തകളും ഏകദേശം ഒരുപോലെ ആയിരിക്കും. സ്ത്രീയുടെയും പുരുഷൻ്റെയും മാനസികമായിട്ടുള്ള പൊരുത്തമാണ്. രണ്ടാമത് വേണ്ടത് അവരുടെ പ്രായവ്യത്യാസം, മൂന്നാമത് സമ്പത്ത്, നാലാമത് ജോലി, വിദ്യാഭ്യാസം, ആരോഗ്യം, സ്വഭാവം, അങ്ങനെ പല മേഖലകൾ നോക്കിയിട്ടാണ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീയും പുരുഷനും കടന്നു വരുന്നത്. എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയെ ഒരാളുടെ ജീവിതത്തിലും ഒരാളുടെ വിവാഹ ജീവിതത്തിലും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാഴ്ചയിലുള്ള പൊരുത്തമല്ല, മാനസികമായിട്ടുള്ള പൊരുത്തം. നമ്മളൊരു പെൺകുട്ടിനെ കണ്ടു അല്ലെങ്കിൽ ഒരു പുരുഷനെ കണ്ടു കഴിയുമ്പോൾ കൊള്ളാം, അവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മൾ ജീവിച്ച് തുടങ്ങുമ്പോഴാണ് ആ കാഴ്ചയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ, ഇല്ലെങ്കിൽ ആ കാഴ്ചയിൽ ഞാൻ കണ്ട ആ കാഴ്ച നല്ലതായിരുന്നോ, തൃപ്തികരമായിരുന്നോ എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഇനി വിവാഹം ഉറപ്പിച്ച് അല്ലെങ്കിൽ വിവാഹം നമ്മളൊരു പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീനെ കണ്ടെത്തി കഴിയുമ്പോൾ ഒരുപാട് വഞ്ചനകൾ നടക്കുന്നൊരു കാലഘട്ടമാണിത്. ഒരുപാട് എനിക്കറിയാവുന്ന കുറേ കുട്ടികൾ പറയാറുണ്ട്, വിവാഹം ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർ അയൽപ്പക്കത്തെ പറമ്പ് വരെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു അത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞു. പക്ഷേ വിവാഹം കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് അത് വേറെ ആൾക്കാരുടെ പറമ്പാണെന്നും ഇവർക്ക് ആകെ 5 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ 3 സെൻറ്റ് സ്ഥലം ഉള്ളൂന്നും ആ വീട്ടിൽ തന്നെ 3-4 ചേട്ടനനിയന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കുകയാണെന്നും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അറിയുമ്പോൾ ആ പെൺകുട്ടിനെ സംബന്ധിച്ച് മാനസികമായിട്ട് തളരുകയാണ്. കാരണം ഒന്ന് ഇരിക്കണമെങ്കിലോ ഒന്നും അങ്ങോട്ട് ഒരു മറയില്ലാതെ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മൾ ഏതൊരു കാര്യം ഉള്ളതുപോലെ പറയാനായിട്ട് പുരുഷനായാലും സ്ത്രീ ആയാലും ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, അതറിഞ്ഞു വരുന്നവർ മതിയെന്നേ. നമ്മളെന്തിനും നുണ പറഞ്ഞുകൊണ്ടൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കണേക്കാളും നല്ലത് സത്യസന്ധമായിട്ട് വിവാഹ ജീവിതം തിരഞ്ഞെടുക്കാം. പുരുഷൻ്റെ ഭാഗത്തു നിന്ന് പറയണം, ഞാൻ ഇന്നൊരു ജോലിക്കാരനാണ്, ഒരു വർക്ക്ഷോപ്പ് ജോലിക്കാരനായിരിക്കാം, ഒരു എൻജിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക ഇന്നത്തെ കാലഘട്ടത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ആയിരിക്കാം. ആരൊക്കെയാണെങ്കിലും നിങ്ങളുടെ പോരായ്മകൾ ആദ്യം തന്നെ ആ എതിർ പാർട്ടിനെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിവാഹത്തിന് മുൻപുണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിവാഹത്തോടു കൂടി തീർക്കുക. വിവാഹം കഴിഞ്ഞിട്ട് വേറൊരു തരത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പോകാതിരിക്കുക. ഉള്ള പാർട്ട്ണറായിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. ഒരുപാട് പെൺകുട്ടികൾ പല ചതികളിലും പോയി പെടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എനിക്കറിയാവുന്നതാണ് എന്നെ വിളിച്ചിട്ട് ഒരുപാട് കരഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. അവളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ അവൾ കോളേജിൽ പ്രണയിച്ചവരുടെ കാര്യങ്ങളും അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ അവൾ ചേട്ടനായിട്ട് സംസാരിച്ചായിരുന്നു. ചേട്ടൻ ഗൾഫിലാണ്. 2 വർഷം കഴിഞ്ഞ് ചേട്ടൻ വന്നു കഴിഞ്ഞപ്പം തമ്മിൽ പരസ്പരം തല്ല് പിടിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ചേട്ടൻ ഇന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അവളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്തയില്ല. ഒരു കുഞ്ഞുണ്ട്, ഒരു പൊടിക്കുഞ്ഞുണ്ട്. പക്ഷേ അതൊക്കെ ജീവിതത്തിൽ താളം തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത കുറേ ജന്മങ്ങളുണ്ട്. അതന്ന് നമ്മൾ വിവാഹം കഴിയുന്ന സമയത്ത് പറയേണ്ട കാര്യങ്ങൾ മാത്രം, പെൺകുട്ടികളോട് എനിക്ക് പ്രത്യേകിച്ച് പറയണം, പറയേണ്ട കാര്യങ്ങൾ മാത്രം
നിങ്ങൾ നിങ്ങളുടെ എതിർപ്പാട്ടിനെ അറിയിക്കുക. കാരണം നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചാബല്യത്തോടു കൂടി പറയണത് നാളെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ അത് വിളിച്ചു പറയുന്നതിൻ്റെയും നിങ്ങളുടെ വില കെടുത്തുന്നതിൻ്റെയും ഭാഗമായിട്ട് മാറും. അതുകൊണ്ട് വിവാഹിതരാകാൻ പോകുന്ന ഏത് പെൺകുട്ടികളും നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ചാപ്റ്ററുകൾ, കാരണം പുരുഷന്മാർ നമ്മുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് പതുക്കെ ഓരോന്നോരോന്ന് അവരുടെ വീര പറയും. അപ്പം നമ്മൾ ഒട്ടും താഴാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനേക്കാൾ അപ്പുറത്ത് പറയും. പക്ഷെ അതിലൊരു കഥയും കഴമ്പുള്ള കാര്യങ്ങളൊന്നും അല്ലായിരിക്കും. പക്ഷേ ഭർത്താവാകാൻ പോകുന്ന ആളുടെ മുൻപിൽ താഴ്ന്നു കൊടുക്കാനായിട്ടുള്ള മനോഭാവം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തിനേക്കാളും കുറച്ചും കൂടി ഞാൻ വളരെ സുന്ദരിയാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരും എന്നെ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും തുറന്നു പറയുന്നത് പിന്നീടുള്ള ജീവിതങ്ങളിലേക്ക് കുത്തി നോവിക്കുന്ന നോവായിട്ട് നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കായിരിക്കും നല്ലത്. എൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് എൻ്റെ പെണ്ണ് കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ചോദിച്ചു, എത്ര വരെ പഠിച്ചു? ഞാൻ ഡിഗ്രി വരെ പഠിച്ചു. പാസ്ഡാണോ ഫെയിൽഡാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പാസ്ഡാണ്. ചേട്ടൻ എത്ര വരെ പഠിച്ചു? ഞാൻ ഇന്ന സംഭവമാണ് ചിരിക്കുന്നത്, അത് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഉള്ള കാര്യങ്ങൾ ഉള്ള പുറത്ത് തുറന്ന് പറയുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് വിശ്വാസമാണ് ഉണ്ടാകുന്നത്. ഈയിടെ ഒരു കുട്ടി കണ്ടു, അവരുടെ വീട്ടുകാരായിട്ട് ഇഷ്ടപ്പെട്ടു. അവസാനം എന്താ ചെയ്തേ, മോൻ എന്തിനാണ് പഠിക്കണമെന്ന് ചോദിച്ചു കഴിയുമ്പോൾ മോനെ ഇച്ചിരി ഉയർന്ന ഒരു ഇതാണ് പഠിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ഇന്നതാണ് പഠിച്ചത് എന്ന് പറഞ്ഞു. അത് പാസ്സായിട്ടുണ്ടോയെന്ന് പോലും ഈ വീട്ടുകാർ ചോദിച്ചില്ല. എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഇന്ന ഒരു സംഭവം പഠിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് കുടുംബമുതലായിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്, അത് വെച്ചിട്ടാണ് വിവാഹത്തിൻ്റെ ഇതളന്നിരിക്കുന്നത്. മനസ്സിലായോ? അവൻ പഠിച്ചത് ശരിയാണ്, പക്ഷേ ഒക്കെ ഒരു എത്ര പേപ്പറുണ്ട്, ഒരു 10 പേപ്പർ ഉണ്ടെങ്കിൽ ഒരു 4 തോറ്റു പോയിട്ടുണ്ട്, അത് എഴുതിയെടുത്തിട്ടില്ല. ആ കുട്ടിയുടെ മനസ്സ് ഒരുപാട് വേദനയാണ്. കാരണം അവൾ നല്ലൊരു BSc നേഴ്സാണ്. ഇതെല്ലാം അറിയുമ്പോൾ വീട്ടുകാരോട് പറയാൻ ബുദ്ധിമുട്ട്. കാരണം വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരുപാട് ആഗ്രഹിച്ച് വിവാഹം നടത്തി കൊടുത്താൽ, കാരണം ജോലിയുള്ളൊരു മകൾ, പുറത്താണ് ജോലി, അവൾ ജോലി ചെയ്ത് സമ്പാദിച്ച് കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു, വളരെ സാധാരണപ്പെട്ട ഒരാൾക്കാരാണ്. ആ സ്വർണ്ണം മൊത്തം അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്ത് അങ്ങനെയാണ് വിവാഹം നടത്തുന്നത്. കാണുന്ന പത്രാസൊന്നും ശരിയല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഉള്ളതുപോലെ മനസ്സിലാക്കിയിട്ട് പെൺവീട്ടുകാർ ശരിക്കും ആ നാട്ടിൽ പോയിട്ട് ആൺവീട്ടുകാരുടെ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞതിന് ശേഷം വിവാഹത്തിന് തയ്യാറാവുക. പുരുഷൻ്റെ വീട്ടുകാർ സ്ത്രീയുടെ ഭാഗത്തു നിന്നും, സ്ത്രീയുടെ വീട്ടുകാർ പുരുഷൻ്റെ ഭാഗത്തു നിന്നും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട്. നമ്മൾ ഒരു പ്രാവശ്യം നുണ പറയുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ പിന്നെ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനേക്കാളും നല്ലത് ഉള്ളത് സത്യാവസ്ഥയായിട്ട് പറയുകയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം നമുക്ക് ആ വിവാഹം മുടങ്ങിപ്പോകത്തുള്ളൂ. നമുക്കുള്ളതാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരും. അതല്ല ഒഴിഞ്ഞു പോണതാണെങ്കിൽ പോട്ടെ, എല്ലാം അറിഞ്ഞു വരുന്ന ഒരാൾ എന്തായാലും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നുണ പറഞ്ഞുകൊണ്ട് ഒരിക്കലും വിവാഹത്തിന് ഒരുങ്ങാതിരിക്കുക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, സ്ത്രീയുടെ ഭാഗത്തു നിന്നായാലും പുരുഷൻ്റെ ഭാഗത്തു നിന്നായാലും. അതുപോലെ തന്നെയാണ് സ്ത്രീധനം. പണ്ടൊക്കെ പറയുമായിരുന്നു സ്ത്രീയാണ് ധനം എന്നൊക്കെ പറഞ്ഞ കാലഘട്ടമൊക്കെ മാറിയിട്ടാണ്. കാരണം അതൊക്കെ വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്ത്രീനെ പഠിപ്പിച്ച് വലുതാക്കി ഒരു പിതാവിൻ്റെ സ്വത്തിൽ, അത് 10 സെൻറ്റ് സ്ഥലമാണ് ഉള്ളതെങ്കിൽ, 2 മക്കളാണ് ഉള്ളതെങ്കിൽ അവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ അപ്പൻ്റെയും അമ്മയുടെയും സ്വത്ത് മാറ്റിയിട്ട് ബാക്കി ഉള്ളത് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു രീതിയാക്കണം. കാരണം അത് നേരെ ഒരു പെൺകുട്ടിനെ വിവാഹം കഴിച്ചു വിടുമ്പം അത് തുല്യമായിട്ട് വീതിച്ചിട്ട് 2 മക്കൾക്കും കൂടി വീതിക്കുക. അത് പുരുഷനായാലും സ്ത്രീയാണെങ്കിലും അങ്ങനെ തന്നെ വീതിച്ചിട്ട്. ഒരു കാരണവശാലും ഇന്നത്തെ കാലത്ത് സ്ത്രീധനം പുരുഷന് മാത്രം, അതായത് ചെന്ന് കയറുന്ന പുരുഷൻ്റെ പേരിലേക്ക് ആക്കത്തക്ക രീതിയിൽ ഒരിക്കലും ആക്കി വിടരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീക്ക് കിട്ടുന്ന സ്വത്ത് അത് അവൾക്ക് കൈവശം വെച്ചിരിക്കാനല്ല, ഒരാവശ്യം വന്നു കഴിയുമ്പോൾ തങ്ങളുടെ കയ്യിലുള്ളത് എടുത്തുകൊണ്ട് എന്തെങ്കിലും ചെയ്തവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇത് ഒരു സ്ത്രീധനം എന്നുള്ള പേരിൽ ആദ്യമേ തന്നെ
പൈസയാണെങ്കിലും അല്ലെങ്കിൽ സ്വർണ്ണമാണെങ്കിലും ഒക്കെ പുരുഷനെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരു വിവാഹം നടത്തേണ്ട ഒരുപാട് ബാധ്യതകൾ വന്നിട്ടായിരിക്കും. അവരെന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ അത് വിറ്റോ അല്ലെങ്കിൽ പണയം വെച്ചോ കാര്യങ്ങൾ നടത്തും. പക്ഷെ പിന്നീടൊരു ആവശ്യം വരുമ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നിട്ട് പെൺകുട്ടിക്ക് ചോദിക്കാൻ പറ്റില്ല, എനിക്കിത് ഇത്ര രൂപ വേണം. കാരണം അവരും യാഥാസ്ഥിതികരായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു കാരണവശാലും നിങ്ങളെ പിന്നീട് വന്ന് സഹായിക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല. കാരണം അവരും കടം വാങ്ങിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ഇന്ന് ഈ നിലയിലാക്കിയിട്ട് വിട്ടിട്ടുണ്ടായിരിക്കുക. നിങ്ങളുടെ പഠിപ്പും വിവാഹവും അതുപോലെ തന്നെ വിവാഹത്തിന് വേണ്ടി വന്ന എല്ലാവിധ സാമ്പത്തികവും കടം വാങ്ങിച്ചിട്ട് വിവാഹം കഴിച്ചു വിടുന്ന ആൾക്കാരുണ്ട്. പിന്നീട് അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് തിരിച്ച് ചെല്ലാതിരിക്കാനായിട്ട് പെൺകുട്ടികൾ ബുദ്ധിപൂർവ്വം തന്നെ പെരുമാറണമെന്നാണ് ഞാൻ പറയണത്. സ്വർണ്ണമായിട്ട് വാങ്ങണമെങ്കിൽ സ്വർണ്ണമായിട്ട് വാങ്ങാം, പക്ഷെ പൈസയായിട്ട് തരുമ്പോൾ അത് നിങ്ങളുടെ പേരിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ പേരിൽ നിക്ഷേപിക്കുക. കാരണം നാളെ ഒരിക്കൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്ന് ഇറങ്ങി പോരേണ്ടി വരുമ്പോൾ ഒരു പിടുത്തം പെൺകുട്ടിയുടെ കയ്യിൽ വേണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ വക കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് വേണം വിവാഹത്തിന് ഒരുങ്ങാനായിട്ടും വിവാഹം ഉറപ്പിക്കാനായിട്ടും. ഞങ്ങളുടെ പെൺകുട്ടിക്ക് തരുന്ന പൈസ അല്ലെങ്കിൽ സ്വത്ത് അത് അവളുടെ പേരിലാണ് എഴുതി തരുന്നത് എന്നുള്ളത് പറയുക. ആൺകുട്ടികാർ പറയാണ് പറ്റത്തില്ല, ഞങ്ങൾ ഈ വിവാഹത്തിന് പിന്മാറാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. കാരണം ഒരു ഡിവോഴ്സ് നേടി അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉരുകി ജീവിക്കുന്നതിനേക്കാളും നല്ലത് വിവാഹത്തിന് മുൻപ് ഉറപ്പിക്കുന്നതിനേക്കാളും മുൻപ് തങ്ങളുടെ കാര്യങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞിട്ട് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, വേറെ ആരെങ്കിലും വരും. വിവാഹം കഴിക്കേണ്ട ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ കേരളക്കരയിലുണ്ട്. പക്ഷേ സ്വത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് പുരുഷന്മാരുടെ വിവാഹം നടക്കാതെ പോയിട്ടുണ്ട്. പുരുഷന്മാരത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എനിക്കറിയാവുന്നൊരു കുടുംബമുണ്ട്, വിവാഹമൊക്കെ ഒത്തു വന്നു കഴിഞ്ഞ് അവരൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വിവാഹം കഴിച്ചവരാണ്. വിവാഹം കഴിഞ്ഞു, കുഞ്ഞുങ്ങളൊന്നും ആകുന്നില്ല. അങ്ങനെ ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങളായി. എന്നും സ്വത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവിടെ പ്രശ്നം മൂത്തു. അവസാനം ആ പയ്യൻ പോയിട്ട് മരിച്ചു. അവനെ ആത്മഹത്യ ചെയ്തു. ആർക്ക് പോയി? ആ പെൺകുട്ടിക്ക് ശരിക്കും ഒരു കുഞ്ഞില്ലാണ്ടായതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ പറയണത്. കാരണം അവൾക്ക് വേറൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ സാധിച്ചു. അവൾ വേറൊരു വിവാഹം കഴിച്ച് ഇപ്പോൾ ഒരു കൊച്ചായിട്ട് ജീവിക്കുക. പക്ഷെ പോയതായിരിക്കാം. അപ്പോൾ സ്വത്ത് വേണ്ട എങ്കിൽ പിന്നീട് അത് ചോദിക്കാനേ പോകരുത്. സ്വത്ത് വേണമെങ്കിൽ അത് സ്വത്ത് ചോദിച്ച് വാങ്ങിക്കുന്ന ആൾക്കാരിൽ നിന്ന് പോയിട്ട് വിവാഹം കഴിക്കാൻ നോക്കുക. നിങ്ങൾ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടും കിട്ടാത്തവരുടെ വീടുകളിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ, അതായത് സമ്പത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം, നോക്കാനുള്ള കെൽപ്പ്, നോക്കാനുള്ള മാർഗം, പ്രായം, ഇനി തരുന്ന സ്വത്ത് പെൺകുട്ടിയുടെ പേരിലിടാണെങ്കിൽ അത് നിഷേധിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ മുൻകരുതലായിട്ട് സ്വീകരിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിനായിട്ട് ഒരുങ്ങുക. വിവാഹ ജീവിതം ഒരു കളിയല്ല. വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു കിണ്ണത്തിൻ്റെ വക്കത്ത് നമ്മൾ കടുകുമണി കൊണ്ടുപോയി വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളൊരു ചിത. അപ്പം അതുപോലെയാണ് വിവാഹ ജീവിതം. നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചുകൊണ്ടാണ് വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്. ചിലപ്പോൾ ഒരു വാക്ക് കൊണ്ടോ, ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ പുറകെ നടന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കൽ, അതുകൊണ്ടൊക്കെ ഒരുപാട് ജീവിതങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. ഉള്ളത് സത്യസന്ധമായിട്ട് പരസ്പരം തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ടുള്ള ജീവിതം അതില്ലാണ്ടാക്കുക. മറച്ചു വയ്ക്കുമ്പോഴാണ് പല വീടുകളിലും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നമ്മളുള്ളത് നമുക്ക് എന്തായാലും ഒരു പാർട്ട്ണറല്ലേ ഉള്ളൂ. ആ പാർട്ട്ണറോടെല്ലാം തുറന്നു പറയുക. തുറന്നു പറയുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചിട്ട് ആദ്യമൊക്കെ പറയാണ്ടിരിക്കും. പക്ഷേ ആ പറയുന്നതോടുകൂടി സത്യസന്ധരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നവർ മാത്രം വിവാഹ ജീവിതം തിരഞ്ഞെടുക്കുക. താങ്ക് യു.